Hi, Namaste, welcome back viewers, welcome back to WinTrader Trading System. ഞാൻ സീമ. ഞാനിന്ന് ഫോറക്സ് മാർക്കറ്റിൻ്റെ ലൈവായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഫോറക്സ് മാർക്കറ്റിൽ നമ്മുടെ WinTrader എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവിലൂടെ കാണിച്ചു തരുവാണ്. ഇന്ന് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന രണ്ട് ചാർട്ടുകളാണ് NSD USDയും യൂറോ USD, അതായത് ന്യൂസിലാൻഡ് ഡോളർ വേഴ്സസ് US ഡോളറും യൂറോ വേഴ്സസ് US ഡോളറും. ഇത് രണ്ടിൻ്റെയും 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോറക്സിൽ എല്ലാവരും 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. 15, 30, H1, H4 ഇത് 4 ടൈം ഫ്രെയിം ഫോറക്സിന് ഒക്കെയാണ്. 5 മിനിറ്റ്സ് സെറ്റ് ചെയ്യാമെന്നല്ല, പക്ഷേ അതിനകത്ത് പെട്ടെന്ന് റിവേഴ്സൽ, അതായത് നമുക്ക് ചെറിയ പോയിന്റ് വൈസ് ചേഞ്ചസ് ആകുന്നതുകൊണ്ട് റിവേഴ്സൽ അടിക്കാൻ അതിൻ്റെ അകത്ത് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്കാൽപ്പിംഗ് ഉള്ളവർ ചെയ്യുമ്പോൾ 5 മിനിറ്റ്സ് ഓക്കെയാണ്, അല്ലാത്തവർ ഇൻട്രാഡ് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ആണ് ബെറ്റർ. അപ്പോൾ അതുകൂടാതെ തന്നെ എൻ്റെ നമ്പരും എൻ്റെ പേരും, അതായത് എൻ്റെ പേര് സീമ എന്നാണ്. എൻ്റെ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആവുന്നത് 81390994. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഇത് 9 to 9 ഓൺലൈനാണ്. 1 day ഫ്രീ ട്രയൽ, അതായത് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. അത് ടെസ്റ്റിമോണിയൽസിൻ്റെയും സ്ക്രീൻഷോട്ട് എല്ലാം നമ്മുടെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഫ്രീ ട്രയൽ ആവശ്യമായവർ വിളിക്കുക. അപ്പം ഫ്രീ ട്രയൽ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. 1 day ഫ്രീ ട്രയൽ കണ്ടു നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് അതിന് പിക്കപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് നമുക്ക് എക്സിറ്റ് അടിക്കേണ്ടത് എന്നുള്ള ഡയറക്റ്റായിട്ട് ലൈവിലൂടെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ലൈവിലൂടെ എൻട്രി എടുക്കേണ്ടതും എക്സിറ്റ് എടുക്കേണ്ടതും ഏത് പോയിന്റ് ആണെന്ന് ലൈവായിട്ട് കറക്റ്റായിട്ട് നോക്കുമ്പോഴേ നമുക്ക് ക്ലിയറായിട്ട് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രീ ട്രയൽ എടുക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പം ആദ്യം ഞാൻ NSD USD കാണിക്കാം. ഇതിനകത്ത് ഇവിടുന്നാണ്, അതായത് വൈറ്റ് കളർ ഡേ ബ്രേക്ക് ലൈൻ, ഇതാണ് സ്റ്റാർട്ടഡ് പോയിന്റ്. ഇതിൽ ഈ റെഡ് കളർ ഡൗൺ ആരോ തന്നിരിക്കുന്ന സെൽ സിഗ്നലാണ്. ഇതിലല്ലാതെ തന്നെ ഗ്രീൻ കളർ അപ്പ് ആരോ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഈ ഗ്രീൻ കളർ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഇവിടെ പുറകിൽ നോക്കിയാൽ അറിയാം, 2 ദിവസം മുമ്പ് ഗ്രീൻ കളർ അപ്പ് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളർ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ. ഇത് രണ്ടും വരുമ്പോൾ ഇതേപോലെ ടൈം ഫ്രെയിം നമുക്ക് അലേർട്ട് കിട്ടും. അതോടൊപ്പം മുഴുവൻ, അതായത് സിഗ്നൽ വന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും മുകളിലും താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൈമിങ്, അതായത് ഇത് സിസ്റ്റം ടൈമിംഗ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. 5:15 വന്നതാണ്. അതിന് എൻട്രി പോയിന്റ് ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അത് പ്രകാരം പ്രോഫിറ്റ് കിട്ടിയത് എത്രയാണ്, അതിൻ്റെ 3 ടാർഗറ്റ് അച്ചീവ് ആയതും, പിന്നെ അതിൻ്റെ താഴെ 3 ടാർഗറ്റ്സും, പിന്നെ അതിൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും മുകളിലും താഴെയായിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് മെയിനായിട്ട് സിഗ്നൽ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് സിഗ്നൽ വന്നാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. സിഗ്നൽ കൺഫേം ആണോ, അതോ സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സെല്ലിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ട് മാത്രമേ സിഗ്നൽ എടുക്കാൻ പാടുള്ളൂ. അത് കൺഫേം ചെയ്യുന്നതിന് മെയിനായിട്ട് 3 ക്രൈറ്റീരിയാസാണ്. 3 നമുക്ക് കൺഫർമേഷൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കൺഫർമേഷൻ, സിഗ്നൽ വരുന്നതിൻ്റെ സിഗ്നൽ താഴെയായിട്ട് റെഡ് കളർ ക്യാൻഡിൽ, അതായത് സെല്ല് വന്നു കഴിഞ്ഞാൽ സെൽ ക്യാൻഡിൽ, അതായത് റെഡ് കളർ തന്നെ താഴെ വന്നിരിക്കണം. പിന്നെ അതോടൊപ്പം താഴെ വോളിയം ബാർ കൊടുത്തിട്ടുണ്ട്. ഈ വോളിയം ബാറിൻ്റെ കളറും അതിൻ്റെ താഴെ റെഡ് തന്നെയായിരിക്കണം. അതോടൊപ്പം പ്രൈസ് ഇൻ സെൽ സോൺ ഇവിടെ വന്നിരിക്കണം. ഇത് 3ഉം നമ്മൾ ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അതോടൊപ്പം നമ്മൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്, അതായത് ഈ ബ്ലൂ കളർ സ്റ്റാർ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റാർ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. സപ്പോർട്ടിനാണ് പേര് പറയുന്നത്. അതിന് റെഡ് കളർ ഇതിൽ കൊടുത്തിരിക്കുന്ന റെഡ് കളർ സ്റ്റാർ, ഈ സ്റ്റാറിന് നമുക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ലെവൽ. റെസിസ്റ്റൻസ് ആണ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും, സപ്പോർട്ടാണെങ്കിൽ താഴേക്ക് പോകും. അപ്പോൾ വന്ന സമയത്ത് റെഡ് ക്യാൻഡിൽ വന്നു, താഴെ ഓൾറെഡി കൺഫേംഡ് ആയിരുന്നു, കാരണം മോർണിംഗ് തൊട്ടേഴ്സ് എല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ വന്നതിന് നമുക്ക് എടുത്തിരുന്നെങ്കിൽ കുറച്ച് അവിടുന്ന് മുകളിലേക്ക് പോയിട്ടേ താഴോട്ട് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഒരു കാര്യം കൂടെ കൺഫേം ആയിട്ടത്, സോഫ്റ്റ്വെയർ സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാം ധൈര്യമായിട്ട്, പക്ഷേ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയ പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസിയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി വന്ന പൊസിഷൻ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേ വരുന്നുണ്ടായിരുന്നു. അതായത് എക്സ്ട്രാ വരുന്ന ഈ കാലി ക്യാൻഡിൽസ്, ഇതിന് സൈഡ് വേസ് എന്നാണ് പറയുന്നത്. അതായത് ഈ റെഡും ഗ്രീനും അല്ലാത്ത കളേഴ്സ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, കാലി ക്യാൻഡിൽസ്, ഇതെല്ലാം സൈഡ് വേസ്. അതാണ് മാർക്കറ്റിൽ ബൈയും അല്ല സെല്ലും അല്ലാത്ത പൊസിഷൻ നിൽക്കുന്ന ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കാലി ക്യാൻഡിൽസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കൺഫേം ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെയുള്ള സമയത്ത് ഇടയ്ക്ക് പിന്നെ റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്യാൻഡിൽ ഇവിടുന്ന് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇവിടുന്ന് എടുക്കാം.
നമുക്ക് അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിലും ആക്ച്വലി നമുക്ക് 300-ൻ്റെ മുകളിൽ 300-315 മുകളിൽ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാർക്കറ്റ് കയറാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് റെഡ് കളർ തന്നെയാണ്. നമുക്ക് ആക്ച്വലി സെൽ സോൺ തന്നെ ഇടുന്നു. എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ സൈഡ് വേസ് വരുന്നു, സൈഡ് വേസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നു, അപ്പം മാത്രം നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചാൽ മതിയാവും. അതുവരെ നമുക്ക് സെൽ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതാണ് നമുക്ക് ആക്ച്വലി വരുന്ന ചാർട്ടിൻ്റെ മെയിനായിട്ട് കണ്ടൻറ്റ് വരുന്ന ഇതാണ്. ഇതോടൊപ്പം നമുക്ക് അഥവാ ഇപ്പം സെല്ല് വന്ന് നമ്മൾ മോർണിംഗിൽ ചിലപ്പോൾ 5-15 നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ആ സമയത്ത് ഓൾറെഡി മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ ഒന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ ഇപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി ഇത്രയും താഴെ ഇറങ്ങി ഇപ്പം ഇവിടം വരെ ഇറങ്ങിയപ്പോഴാണ് കണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ പിന്നെ എടുക്കാം. നമുക്ക് രണ്ടാമത് നമുക്ക് പൊസിഷൻ എടുക്കാം അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് പോയിന്റിൽ. ഇപ്പം ഇതുവരെ കണ്ടിട്ട് സെൽ പൊസിഷൻ എടുക്കാത്ത ആളുകൾ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് പിന്നെയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ സെല്ലെടുക്കാം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈയുടെ പൊസിഷൻ രണ്ടാമത് ഇവിടെ തരും, അന്നേരം എടുക്കാം. അങ്ങനത്തെ പൊസിഷൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഇവിടെ റീ എൻട്രി സജഷൻ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീ എൻട്രി രണ്ടാമത് തരും സോഫ്റ്റ്വെയർ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത് അഥവാ ഓൾറെഡി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ നെക്സ്റ്റ് എങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ ആവുന്നവർക്ക് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ലൈവ് ഒന്ന് ട്രയൽ ചെയ്യാം. ലൈവ് നമുക്ക് ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ലൈവായിട്ട് നമുക്കൊന്നുകൂടെ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമല്ല MT4 ഇപ്പം MT4 ഇത് മെറ്റാട്രേഡ് ആണല്ലോ. മെറ്റാട്രേഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഫോറക്സിനാകുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് ലൈവ് ID-യിൽ, അതായത് നിങ്ങൾ ലോഗിൻ ID എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ID പാസ്വേഡ് അടിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കോൺഫിഗർ ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റും ഫോറക്സിൽ. അപ്പോൾ ഡയറക്റ്റായിട്ട് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ന്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്ക് ID-യിൽ MT4-ൻ്റെ ID ഉള്ളവർക്ക് ID-യിൽ കോൺഫിഗർ ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഫോറക്സിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ യൂറോ USD കൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് മെയിനായിട്ട് സിഗ്നൽ ഇന്ന് മോർണിംഗിൽ ബൈയും ഉണ്ടായിരുന്നു, സെല്ലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആക്ച്വലി 3 സിഗ്നൽസ് വന്നിട്ടുണ്ട്. ഒരു ബൈയും പിന്നെ ഒരു സെല്ലും പിന്നെ ഒരു സെല്ലും. ഇതിന് ഈ രണ്ട് സിഗ്നൽസ് ഫോൾ സിഗ്നലാണ്. അതെന്താണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൺഫർമേഷൻ ഇല്ല. ഇവിടെ കാലി ക്യാൻഡിൽസ് ആണ്. സെല്ല് വന്നിട്ട് താഴെ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. കൺഫേം ആയത് ഈ പൊസിഷൻ. അപ്പോൾ ഈ സിഗ്നൽ എടുക്കാൻ പറ്റത്തില്ല, ഈ ബൈയും എടുക്കാൻ പറ്റത്തില്ല. കാരണം താഴത്തെ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇത് രണ്ടും ഫോൾ സിഗ്നലാണ്. നമുക്ക് ആക്ച്വലി ഈ സെല്ല് മാത്രമാണ് പോയത്. ഇത് റെഡ് ക്യാൻഡിൽ വന്നു താഴെ. നമുക്ക് ഈ സപ്പോർട്ട് ഈ ബ്രേക്ക് ചെയ്യുന്ന ഈ പൊസിഷനിൽ നമുക്ക് ആക്ച്വലി എടുക്കാമായിരുന്നു 1.1151. ഈ പൊസിഷനിന് താഴേക്ക് നെക്സ്റ്റ് വരെ നമുക്ക് നല്ല പോയിന്റ് 400 പോയിന്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് റീ എൻട്രി വന്നിരിക്കുന്നത് 4 മണിക്ക് റീ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 4:24 ആയി. ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് ഒരു റീ എൻട്രി വന്നിട്ടുണ്ട്. ഇപ്പം 0.887 ആയിക്കഴിഞ്ഞ് നമുക്ക് റീ എൻട്രി ടാർഗറ്റ് നമുക്ക് അടിക്കും. അപ്പോൾ ഇങ്ങനെ റീ എൻട്രി വരുന്ന സമയത്ത് രണ്ടാമത് സെല്ല് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എടുക്കാത്തവർക്ക് റീ എൻട്രിക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് നോക്കേണ്ട വസ്തു. പിന്നെ മോർണിംഗിൽ ബൈ ഉണ്ടായിരുന്നു. ബൈ തലേ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആണ് പോയത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷൻ ഇവിടുന്നായിരുന്നു. 1.1161 നിന്ന് നമുക്ക് മാക്സിമം കയറിയിരിക്കുന്നത് 178 വരെ കയറിയിട്ടുണ്ട്. കുറച്ചായിട്ട് മാത്രമേ കയറില്ല. അപ്പോൾ ഈ ബ്ലൂ ക്യാൻഡിൽ ഇവിടെ കൊടുത്ത് സൈഡ് വേസ് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാമായിരുന്നു. ഇവിടുന്ന് ഈ പൊസിഷനിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പം തലേദിവസം കണ്ടിന്യൂ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് നല്ലതായിട്ട് ബൈ പോയിട്ടുണ്ട്. അതായത് 30 നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റത് കണ്ടോ. കണ്ടിന്യൂസ് കുറച്ച് ദിവസമായിട്ട് ബൈ ആയിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ദിവസമായിട്ട് ഇതിനകത്ത് ബൈ പൊസിഷൻ തന്നെയായിരുന്നു. ബൈ പൊസിഷൻ വന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 28-ൽ വന്ന പൊസിഷനാണ്. അവിടുന്ന് ഇതുവരെ ബൈ നമുക്ക് കയറിപ്പോയിട്ടുണ്ട്. ആക്ച്വലി എടുക്കാൻ പറ്റുന്ന നമുക്ക് എടുത്ത് 28-ൽ വന്നിട്ട് ഇവിടുന്ന് 28 തന്നെ ക്ലോസിങ്ങിൽ എടുക്കാം, അല്ലെങ്കിൽ 29-ൽ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബൈ പോയിരിക്കുകയാണ് 2 ദിവസം. 3-ാമത്തെ ദിവസം പകുതി വരെ, അതായത് കുറച്ച് മുമ്പ് വരെ സെൽ പൊസിഷൻ ബൈ പൊസിഷൻ ആയിരുന്നു. അതായത് 1 മണിക്ക് മുമ്പ് വരെ. 1 മണിയാണ് നമുക്ക് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയത്. ഇപ്പോൾ റീ എൻട്രി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ 610 പോയിന്റ് ഒറ്റ ഇറക്കമാണ് ഇതിനകത്ത്. 30 ഒക്കെ ബെസ്റ്റാണ് ചെയ്യാനായിട്ട്. 15, 30, H1, H4 4 ടൈം ഫ്രെയിം ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് കാണുന്ന ലൈവ്. പിന്നെ സ്കാനറിൻ്റെ ഇത് ഒരുപാട് ഫെസിലിറ്റി MT4-നുണ്ട്. സ്കാനർ ഫെസിലിറ്റി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്കാനറിൽ ഡയറക്റ്റ് ആയിട്ട് സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് സ്കാനർ ഐഡൻറ്റിഫൈ ചെയ്ത് തരും. അതോടൊപ്പം സിഗ്നൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം അലേർട്ടും കിട്ടും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് MT4 യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക്
ഇഷ്ടമായ ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ MT4 സപ്പോർട്ടാണ്, അതും ആഡ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന വസ്തുതകൾ. അപ്പോൾ ഇതേപോലെ തന്നെ ലൈവിലെ പെർഫോമൻസ് കാണാൻ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.